പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 15-ാം ദിവസം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ബത്ലഹേമിലേക്കുള്ള യാത്രയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ കന്യക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്നും തിരിച്ച് നസ്രത്തിൽ എത്തിയപ്പോൾ യൗസേപ്പിന് ചില ആശങ്കകൾ ഉണ്ടായി. എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ കാണപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനെ ഇപ്രകാരം അറിയിച്ചു: യൗസേപ്പെ, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭാര്യയിൽ ഉദ്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ അത്രേ ഉദ്ഭവിച്ചിരിക്കുന്നത്. നീ അവന് യേശു എന്നു പേർ വിളിക്കണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. വിശുദ്ധ യൗസേപ്പിന്റെ സംശയങ്ങൾ അതോടെ ദൂരീകൃതമായി. തിരുക്കുടുംബത്തിൽ വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി. തദവസരത്തിൽ റോമ ചക്രവർത്തി അഗസ്റ്റസ് സീസർ അദ്ദേഹത്തിന്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു. യൗസേപ്പ് പിതാവ് ദാവീദ് ഗോത്രജനായിരുന്നതിനാൽ നസ്രത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബത്ലഹത്തേക്ക് ഭാര്യാസമേതം പുറപ്പെട്ടു. സുദീർഘവും ക്ലേശകരവുമായിരുന്നു യാത്ര. എങ്കിലും ലൗകികാധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും വിശുദ്ധ യൗസേപ്പും ബത്ലഹേമിലേക്ക് പോയി. പരിശുദ്ധ കന്യക പൂർണ്ണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ ബത്ലഹത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധ കന്യകയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്തത പ്രകടിപ്പിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മിഖയാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം അരുൾ ചെയ്തിരുന്നു: ബത്ലഹേമേ, നീ യൂദായുടെ രാജാക്കളിൽ ഒട്ടും ചെറുതല്ല. എന്തെന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കും. ഇപ്രകാരമുള്ള പ്രവാചക സൂക്തം സാർത്ഥകമാകുവാനാണ് റോമൻ സമ്രാട്ട് വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കിമറിച്ചത്. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകാമറിയവും യാത്രാക്ലേശത്താൽ പരീക്ഷീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയം അന്വേഷിച്ചു. പക്ഷേ അവർ ഇവിടെ സ്ഥലമില്ല എന്നുള്ള പല്ലവിയാണ് ശ്രവിച്ചത്. അവസാനം അവർ വഴിയമ്പലങ്ങളുടെ വാതിലുകൾ മുട്ടി. അവിടെയും വിടുതി ലഭിക്കാതിരുന്നതിനാൽ ഭഗ്നാശരായി കഥനഭാരത്തോടുകൂടി സമീപസ്ഥമായ ഒരു ഗുഹയിൽ അഭയം തേടി. അത് രാത്രികാലങ്ങളിൽ ആടുമാടുകളുടെ സങ്കേതമായിരുന്നു. വിശുദ്ധ യൗസേപ്പിനും പരിശുദ്ധ കന്യകയ്ക്കും അത് എത്ര മർമ്മഭേദകമായിരുന്നു. ദൈവം അവിടുത്തെ ദിവ്യകുമാരന്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവതീർണനായപ്പോൾ അവിടത്തേക്ക് വന്നു പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത്. ഇത് ദിവ്യജനനിക്ക് എത്ര വേദനാജനകമായിരുന്നു. ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ്. അതിനാൽ പരിശുദ്ധ കന്യകയിലൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രസ്തുത രംഗങ്ങളിലെല്ലാം പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിന്റെ ആദ്യത്തെ ആഗമനത്തിന് മേരി കളമൊരുക്കിയതുപോലെ. അമലോത്ഭവനാഥയുടെ തീർത്ഥകേന്ദ്രമായ ലൂർദിൽ ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന ഒരു മനുഷ്യൻ കേട്ടു. ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ 20 വർഷം മുൻപ് ഒരു അപകടം മൂലം പ്രവർത്തനരഹിതമായതാണ്. ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനനി ആയിരിക്കണം. അവിടുത്തെ അദ്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എന്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്നയാൾ വിശ്വസിച്ചു. സ്വപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു: മൊസാബായയിലെ ഉറവയിൽ നിന്നും കുറച്ചു വെള്ളം കൊണ്ടുവരണം. പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു. ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു. ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു: എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. ലൂയിസിന്റെ അത്ഭുതവും ആനന്ദവും അതിരറ്റതായിരുന്നു. അവിടെ കൂടിയിരുന്നവരും അത്ഭുതസ്തബ്ധരായി. അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോനസിന്റെ വസതിയിലേക്ക് പാഞ്ഞു. ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു: ഡോക്ടർ, എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ലൂയിസെ, അത് സാധ്യമല്ല. നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടുത്താവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിവചിച്ചു. പക്ഷേ തന്റെ കണ്ണുകൾ ലൂർദിലെ വെള്ളം കൊണ്ട് കഴുകിയ വിവരം അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി. ഡോക്ടർ ഡോണസ് വളരെ സൂക്ഷ്മതയോടെ കണ്ണു പരിശോധിച്ചു. കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു. മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്നിഗ്ധമായി പ്രസ്താവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകെ, അങ്ങേ വിരക്ത ഭർത്താവായ യൗസേപ്പിനോടുകൂടി ബത്ലഹത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ. എങ്കിലും
ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിനെ അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ. പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേചിക്കട്ടെ. അങ്ങും അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്കു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിച്ചു കൊള്ളണമേ.